ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മുടെ ക്രാഫ്റ്റിന്റെ തുടക്കം ഒരു ഈസ്റ്റർ വിഷിലൂടെ ആവാമല്ലേ. അപ്പൊ ഐ വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് എ ജോയ്ഫുൾ ഈസ്റ്റർ. എങ്കിൽ പിന്നെ കാര്യത്തിലോട്ട് കിടന്നാലോ. നമുക്ക് എപ്പോഴും ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് രണ്ട് സാധനങ്ങളാണ്, അതായത് ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്ഗും. എങ്കിൽ പിന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുത്താലോ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഈസ്റ്റർ ബണ്ണി റീത്താണ്. ആദ്യം തന്നെ കാർഡ്ബോർഡ് നമുക്കൊരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷമായിട്ട് നമ്മൾ ത്രെഡ് കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലാ വശത്തും ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമായിട്ട് നമ്മളൊരു ബണ്ണി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ സ്പഞ്ചും അതുപോലെ തന്നെ ഫോം പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഹാപ്പി ഈസ്റ്റർ എന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡോട് ഇതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ റീത്ത് ഇവിടെ റെഡിയായി. നെക്സ്റ്റ് ഇതുപോലെ ഒരു ത്രെഡ് കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് ഹാങ് ചെയ്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ബണ്ണി ഗിഫ്റ്റ് റാപ്പിംഗ് നിങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു. ഈ രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ഈസ്റ്റർ സ്പെഷ്യൽ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയും പറയാൻ മറക്കണ്ട. പിന്നെ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഹായ് സിയാനയ്ക്കുള്ളതാണ്.